ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. മെസ്സേജ് അയച്ചവർക്ക് എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നേഴ്സായിട്ട്, നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും നേഴ്സായിട്ട് വരാനായിട്ട് UAE ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ UAE ഉണ്ടെങ്കിൽ ജോബ് അന്വേഷിക്കുക, അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യനും റിലേറ്റഡ് ടു UAE നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. എനിക്കറിയുന്ന ഒരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യാം, വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ഒരു സബ്സ്ക്രൈബറല്ല, കുറേ സബ്സ്ക്രൈബേഴ്സ്, കുറേ പേര് നിരന്തരം എന്താ പറയുക, ഒരേ ക്വസ്റ്റ്യൻ തന്നെ മാറിയായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളിവിടെ വന്നു 1 മാസമായി, കുറേ ജോബ് അപ്ലൈ ചെയ്തു, ഇതുവരെ ഒന്നും ശരിയായില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞു, എല്ലായിടത്തും അപ്ലൈ ചെയ്തു, ജോലിയൊന്നും കിട്ടിയില്ല, എന്താ ചെയ്യുക, ചേച്ചി എവിടെ ജോലി എടുക്കുന്നത്, ചേച്ചി എടുക്കുന്ന സ്ഥലത്ത് ജോലി കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് റിലേറ്റഡ് ടു ജോബ് ഇതുവരെ ജോലിയൊന്നും ശരിയായില്ല എന്ന് ചോദിച്ചു. DHA പാസ്സായി, DOH പാസ്സായി, പക്ഷെ ഇതുവരെ ഒന്നും കിട്ടിയില്ല, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരേ ക്വസ്റ്റ്യൻ തന്നെ കുറേ പേര് ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ആൻസറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ഞാൻ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ എങ്ങനെ ജോലി എങ്ങനെയാണെന്നുള്ളതും പിന്നെ അത് എങ്ങനെ കിട്ടുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. അപ്പോൾ ഗവൺമെൻറ് എന്നല്ല, എവിടെയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് 1 month ആയി, ഇതുവരെ ജോലി ശരിയല്ല, ഞങ്ങൾ അവിടെയൊക്കെ അപ്ലൈ ചെയ്തു, എവിടുന്നും വിളിക്കുന്നില്ല, ഇതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ വീട്ടിലിരുന്നിട്ടാണ് നിങ്ങൾ ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക. അതായത് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഫ്രഷറായിട്ട് നിങ്ങളിവിടെ വന്നു, കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും അവരും ഇവരൊക്കെ കുറേ മെയിൽ ID യും കാര്യങ്ങളൊക്കെ തന്നു, നിങ്ങൾ അവിടെ എല്ലാം CV അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേറൊരു എഫേർട്ടും ഇല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ജോലി അന്വേഷിച്ച് ഇവിടെ വന്നതാണ്. അപ്പം നിങ്ങൾ തന്നെ ഇറങ്ങി എന്താക്കണം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഉറപ്പായി നിങ്ങൾ അന്വേഷിച്ച് നടന്നാൽ നിങ്ങൾക്ക് എന്തായാലും അതിനൊരു എന്ത് ചെയ്യും, ഒരു സൊല്യൂഷൻ കിട്ടും. ഒരു ജോലി ഉറപ്പായിട്ടും ഇവിടെ കിട്ടും. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് കുറേ സ്ഥലങ്ങളിൽ വേക്കൻസി ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലൊക്കെ കുറേ വേക്കൻസികൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കുറേ വേക്കൻസികൾ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ CV ഇപ്പോൾ റൂമിലിരുന്ന് വെറുതെ CV ഇങ്ങനെ കുറേ മെയിൽ IDക്ക് അയച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എന്നും ചെയ്യുക. നിങ്ങൾ എന്നും എന്താക്കുക, ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം മാത്രം അയച്ചു, ഓക്കെ അവിടെ കഴിഞ്ഞു, അതിലേക്ക് ഓൾറെഡി ഞാൻ അയച്ചതാണല്ലോ, ഇനി അയക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ വിചാരിക്കരുത്. അയച്ച മെയിലേക്ക് തന്നെ വീണ്ടും അതും നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, മെയിൽ അയക്കുക, CV അയക്കുന്നത് എപ്പോഴും രാവിലെ ഒരു 10 മണിയുടെ മുന്നേ ആയിട്ട് നിങ്ങൾ എന്നും എന്താക്കുക, CV അയക്കുക. ആ സെയിം മെയിൽ IDകൾക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും രാവിലെ എണീക്കുക, അയക്കുക. അതിനുവേണ്ടി നിങ്ങൾ എണീക്കുക, കഷ്ടപ്പെട്ടാലേ അതിനുള്ളൊരു ഫലം നമുക്ക് എന്തായാലും കിട്ടുള്ളൂ. അതൊരു വഴി. ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയ ഐഡിയകളാണ് ഞാൻ പറയുന്നത്. എൻ്റെ പ്രീവിയസ് ചേച്ചിമാരും അവരും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് ജോലി കിട്ടിയ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 6 വർഷമായിട്ട് ഇവിടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കുറേ മെയിൽ ID കൊടുത്തേക്കാം. കോമൺ ആയിട്ടുള്ള കുറേ ഹോസ്പിറ്റലും ക്ലിനിക്സിൻ്റെ ഒക്കെ മെയിൽ ID ഞാൻ ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിലെല്ലാം പോയിട്ട് എന്താക്കുക, എന്നും രാവിലെ എണീറ്റിട്ട് ബിഫോർ 10 o'clock മുന്നായിട്ട് നിങ്ങളുടെ CV എല്ലാ മെയിലിലേക്കും അയക്കുക. അത് നിങ്ങൾ ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നെങ്കിലും വിളി വരും. അതൊരെണ്ണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങുക. ഇപ്പോൾ ഒരു വിൻ്റർ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ അധികം ചൂട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പുറത്തിറങ്ങി ഇപ്പോൾ നടക്കുക, പൈസ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാതാക്കല്ല, നടന്ന്. ഇപ്പോൾ ബസ്സിനൊക്കെ അത്രയൊക്കെ ചാർജ് വരുന്നുള്ളൂ, 5 dirhams മാക്സിമം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെട്രോ എടുക്കുക, ബസ് എടുക്കുക, എന്നിട്ട് ജുമേറ 1, ദുബായിലുള്ളവരാണെങ്കിൽ ജുമേറ 1, ജുമേറ 2, ഹെൽത്ത് കെയർ സിറ്റി, ഊതുമേത്ത, ഈ സ്ഥലങ്ങളിലൊക്കെ കുറേ ക്ലിനിക്സുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ക്ലിനിക്സും ഉണ്ട്, ഹോസ്പിറ്റലും ഉണ്ട്. ഇവിടെയൊക്കെ നിറച്ച് ക്ലിനിക്സ് ഉള്ളതാണ്. ഇവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ, ഇവിടെ ഒരു 50ൻ്റെ മുകളിൽ ക്ലിനിക്സ് ഉണ്ട്. ജുമേറ 1, ജുമേറ 2, ജുമേറ 3, ആ ഭാഗങ്ങളിലൊക്കെ കുറേ ക്ലിനിക്സുകളുണ്ട്. അവിടെയൊക്കെ ചെന്നിട്ട് നിങ്ങൾ ഒരു മടിയും കാണിക്കേണ്ട, ഒരു നാണക്കേടും കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യമാണ്, നമുക്ക് ജോലി എങ്ങനെയും വേണം എന്നുള്ളൊരു വിചാരം നിങ്ങളുടെ മൈൻഡ് സെറ്റിലേക്ക്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്ലിനിക്ക്, അതായത് ജുമേറയിലൊക്കെ അറിയുന്നവരാണെങ്കിൽ
നിങ്ങൾക്കറിയാം ഓരോ ക്ലിനിക്സ് ഇവിടെ അതിന് തൊട്ടപ്പുറത്ത് അങ്ങനെ അടുപ്പിച്ച് ആ ഏരിയ മൊത്തം ഇങ്ങനെ അടുപ്പിച്ച് ക്ലിനിക്സുകളാണ് വരുന്നത്. അതിൽ പല വെറൈറ്റി ആയിട്ട് സ്പെഷ്യാലിറ്റീസ് ക്ലിനിക്സുകളും ഉണ്ട്. മെയിൻലി ഡെന്റൽ, കോസ്മെറ്റിക് അങ്ങനത്തെ ഐറ്റംസുകളാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഹോസ്പിറ്റൽ തന്നെ കിട്ടണം എന്നുള്ളത് നമുക്ക് വാശി പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ എയിം എന്താ, നമുക്ക് എങ്ങനെയും ഒരു ജോലി കിട്ടണം. ആ ഫ്രഷറായിട്ട് നമ്മൾ ആദ്യമായിട്ട് വരികയാണ്, അപ്പോൾ നമുക്ക് എങ്ങനെയും ഒരു ജോലിയിൽ കയറി കൂടണം. എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു 1 year നിന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് റെസിഗ്നേഷൻ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സാലറിയും കാര്യങ്ങളും കിട്ടും. പിന്നെ ഒരു കാര്യം പറയട്ടെ, ആദ്യം തന്നെ നല്ല സാലറി ഒന്നും കിട്ടും എന്നുള്ളത് ആരും എക്സ്പെക്ട് ചെയ്യേണ്ട. നിങ്ങളൊരു ഫ്രഷറാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ദുബായിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഹൈ സാലറി പ്രതീക്ഷിച്ചിട്ട് എവിടെയും അപ്ലൈ ചെയ്യരുത്. എപ്പോഴും ഒരു മിനിമം സാലറി പ്രതീക്ഷിക്കുക. ഒരു ഫ്രഷറായിട്ട് വരുന്നവർക്ക് മാക്സിമം ഒരു 5000 ആ റേഞ്ചിലെ സാലറി കിട്ടുള്ളൂ. അതിൻ്റെ മുകളിലായിട്ടൊന്നും കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യാലിറ്റി ഏരിയയിലൊക്കെ നല്ല എക്സ്പീരിയൻസ് പ്രീവിയസ് വേറെ എവിടെയെങ്കിലുമൊക്കെ, അതായത് അതർ GCCയിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഓക്കെ നിങ്ങൾക്ക് കിട്ടും. അല്ല നിങ്ങൾക്ക് വേറെ നാട്ടിലെ മാത്രം എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇവിടെ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5ന്റെ മുകളിൽ സാലറി ഒന്നും കിട്ടൂല. അപ്പോൾ ഒരു ബിലോ 5 ഒക്കെ നിങ്ങൾക്ക് ആദ്യം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അഡ്ജസ്റ്റ് ചെയ്ത് അവർ പറയുന്ന സാലറി എന്താക്കുക, അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കയറുക. അപ്പോൾ ഫ്രഷേഴ്സിനൊക്കെ അവർ കുറഞ്ഞ സാലറിയിലൊക്കെ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും എടുക്കും. ഇൻ്റർവ്യൂ ഇതായി കഴിഞ്ഞാൽ തന്നെ അവർ ചില ക്ലിനിക്സിലൊക്കെ അപ്പം തന്നെ അവർ ഓഫർ ലെറ്റർ അടിച്ചു തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ഓരോ ക്ലിനിക്സും ജുമേറ 1, ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ജുമേറ 1 നിങ്ങളത് സെർച്ച് ചെയ്താൽ തന്നെ അറിയാം. ജുമേറ 1, ജുമേറ 2, ജുമേറ 3, അതുപോലെ ഹെൽത്ത് കെയർ സിറ്റി. ഈ ഹെൽത്ത് കെയർ സിറ്റിയിലൊക്കെ നമ്മൾ മെട്രോ ഉണ്ട്. ഹെൽത്ത് കെയർ സിറ്റി എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ക്ലിനിക്സ് ആണ്. ഒരു കുറേ ബിൽഡിങ്ങുകളിൽ മൊത്തം ക്ലിനിക്സ് ഉണ്ട്. ഹോസ്പിറ്റലുകൾ അതിൻ്റെ അടുത്തുണ്ട്. കുറേ സംഭവങ്ങൾ, ഹോസ്പിറ്റലും ക്ലിനിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എല്ലാം നടന്ന് ചെന്നിട്ട് എന്ത് ചെയ്യുക, ഒരു നാണക്കേടും വിചാരിക്കേണ്ട. അവരുടെ ചെല്ലുക, റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുക, വേക്കൻസി ഉണ്ടോ കാര്യങ്ങൾ ചോദിക്കുക. ഇല്ലെങ്കിൽ അവരുടെ മെയിൽ ID വാങ്ങുക. അല്ലെങ്കിൽ അവർ CV അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ അപ്പം തന്നെ എന്ത് ചെയ്യുക, CV കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, അടുത്ത ക്ലിനിക്സിൽ പോകും. അങ്ങനെ ഓരോന്നും നിങ്ങൾ ഒരു ദിവസം ഓരോ ഏരിയ വെച്ച് ഇതാക്കിയിട്ട് അവിടെ എല്ലാം പോയി കഴിഞ്ഞ് നിങ്ങൾ കൊടുത്തു നോക്കിയേ, ഉറപ്പായും ഒരു സ്ഥലത്ത് നിന്നേലും നിങ്ങൾക്ക് വിളി വരും, നിങ്ങൾക്ക് ജോലി കിട്ടും. പിന്നെ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചിട്ടുണ്ടാവും. ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോവുക. ഇൻ്റർവ്യൂവിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും മെസ്സേജ് അയക്കണം. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്തൊരു വീഡിയോ, നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ, ലൊക്കേഷനും കാര്യങ്ങളും, ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ കുറേ ഇൻ്റർവ്യൂവിന് പോയി നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ മെസ്സേജ് ആയിട്ട് എല്ലാം വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരോ സ്ഥലത്ത് പോവുക, അവിടെ മെയിൽ ID കളക്ട് ചെയ്യുക. എന്നിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് മെയിൽ അയക്കുക, ഇതാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താക്കും, എന്തായാലും ജോലി കിട്ടും. അല്ലാണ്ട് വെറുതെ മെയിൽ ID മാത്രം അയച്ചിട്ട് ഇങ്ങനെ റൂമിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വന്നാൽ ഒരിക്കലും വിളി കാര്യങ്ങളൊന്നും വരില്ല. നിങ്ങൾ ഇറങ്ങി തന്നെ പ്രവർത്തിക്കണം, എന്നാൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. അതും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേട്ടോ. പിന്നെ കൂടുതൽ സാലറി കാര്യങ്ങൾ പ്രതീക്ഷിക്കരുത്. ഫ്രഷറാണ്, അപ്പോൾ അത്രയൊക്കെ സാലറി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലാദ്യം നിന്നൊരു 1 year ഇവിടെ UAE കാര്യങ്ങളും അവിടുത്തെ ക്ലിനിക്സിൽ ഒരു ചെറിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടാക്കുക. ലാംഗ്വേജ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ലാംഗ്വേജും കാര്യങ്ങളും എല്ലാം ഇതാക്കി എന്നിട്ട് നിങ്ങൾ അവിടുന്ന് റിസൈൻ കൊടുത്ത് വേറെ സ്ഥലങ്ങളിലോ ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒക്കെ നോക്കാം. പിന്നെ ഗവൺമെൻറ്റിൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നും എടുക്കത്തില്ല. പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് കരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ദുബായിയുടെ സൈറ്റ് ഉണ്ട്. അതിനകത്ത് മാത്രം കയറി അപ്ലൈ ചെയ്തിട്ട് ഇതാക്കണം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് ഓൾറെഡി എല്ലായിടത്തും സ്റ്റാഫ് ഫില്ലായി. പിന്നെ അവിടുന്ന് ഓരോ റിസൈൻ ചെയ്തതനുസരിച്ചിട്ട് അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ കുറേ വേക്കൻസികൾ അവിടെ വന്ന് കിടക്കുന്നില്ല ഗവൺമെൻറ്റിലൊക്കെ കേട്ടോ. അപ്പോൾ പ്രൈവറ്റും കാര്യങ്ങളും ഇങ്ങനത്തെ ക്ലിനിക്സിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തളരരുത്, തളരാണ്ട് മുന്നോട്ട് പോവുക. 1 മാസം ആയാലും കുഴപ്പമില്ല. അത് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് അപ്ലൈ ചെയ്ത് വേറെ എവിടെയും നടന്ന് ശ്രമിക്കാത്തതുകൊണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ നടന്നൊന്ന് ഈ പറഞ്ഞ പോലെയുള്ള ഏരിയയിലൊക്കെ പോയി CV കൊടുത്ത് ഡയറക്റ്റ് എല്ലാ ക്ലിനിക്സിലും ഒന്ന് കൊടുത്തു നോക്കി, ഉറപ്പായും ഒരു സ്ഥലത്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തായാലും വിളി വരും, ജോലി ഉറപ്പായും കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ജോലി കിട്ടിയില്ല, ഇതുവരെ വന്നിട്ടൊന്നും ശരിയായില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ തളരരുത്. ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക, ഉറപ്പായും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കണം, ഞാൻ അതിൽ കുറേ മെയിൽ ID കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അതിലും കയറി അപ്ലൈ ചെയ്യാം കേട്ടോ.
താങ്ക് യു. അപ്പോൾ ഇതുപോലെ നേഴ്സായി UAE വരാനോ നേഴ്സായി വന്നിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടോ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള നേഴ്സിങ്ങിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ വീഡിയോ ആയിട്ട് റിപ്ലൈ ചെയ്യാം. എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.